ഇന്ന് പകലത്തെ വചന ധ്യാനത്തിന് വിശുദ്ധ വചനത്തെ നമുക്ക് തുറക്കാം. Let's open the Bible for today's meditation. കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ And I ആഗ്രഹിക്കുകയാണ്. would like to give and share a word that God has given to me. അതിനായി നമുക്ക് 2 കൊരിന്ത്യർ For that, let us go to 2 Corinthians 1:3 ഒന്നാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കാം. 2 Corinthians chapter 1 verses 3. മതി. കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്ന കൊരിന്ത്യ ലേഖനം 2-ാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ വായിച്ച വേദവാക്യം നമ്മൾ വായിച്ചത്. Apostle Paul is writing his letter to the Corinthians, and that's where we are reading the first verses, verse 3. 2 കൊരിന്ത്യർ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആസിയിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസിനുണ്ടായ കഷ്ടതയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. And here is Paul telling about his tribulation that what he faced in Asia. അതിനെക്കുറിച്ച് ഒരു വിവരണം 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ നൽകുന്നു. And that's a description about all those troubles in the chapter 1. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. On the 8th word of the first chapter we read, അതിങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. For we would not, brethren, have you ignorant of our trouble which came to us in Asia, that we were pressed out of measure, above strength, in so much that we despaired even of life. അപ്പം ആ വലിയ കഷ്ടതയിൽ പൗലോസിനെ ദൈവം എങ്ങനെയൊക്കെ സഹായിച്ചു, അല്ലെങ്കിൽ ആ കഷ്ടതയിൽ നിന്ന് പൗലോസ് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നതൊക്കെ വിവരിക്കുന്നതാണ് 1-ാം അധ്യായം. And the first chapter is all about how they came out of this trouble. ഇന്ന് പകലത്തെ എൻ്റെ ചിന്തയ്ക്ക് നിങ്ങൾക്കൊരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: കഷ്ടതയിൽ നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ. And this is what the title you can give, that benefits in the times of trouble. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് കഷ്ടത നമ്മൾ ഇഷ്ടപ്പെടുന്നവരല്ല. And we don't want tribulation or problems in life. നമുക്ക് എപ്പോഴും എല്ലാം പോസിറ്റീവായി നമ്മുടെ ചുറ്റും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. Always we wanted that things happen positively around us. ഒരു നെഗറ്റീവ് വാക്ക് പോലും നമുക്ക് പറയാൻ നമ്മൾ ആഗ്രഹിക്കില്ല. Even the negative words are not also been very commendable with us. ഇന്നത്തെ ആത്മീയ ലോകത്തും ഈ കഷ്ടത എന്ന വാക്ക് ഔട്ട് ഓഫ് ഫാഷൻ ആയ ഒരു വാക്കായി മാറുകയാണ്. And it is an out of fashion in this century, in this age, called problems or troubles. ചിലർ അതിന്റെ എക്സ്ട്രീമിലേക്ക് പോയിട്ട് പറയും കഷ്ടത ദൈവമക്കൾക്കുള്ളതല്ല എന്നുള്ള പഠിപ്പിക്കലുകൾ വരെയുണ്ട്. And sometimes people go so extreme that they said there is no more problem to the children of God. എന്നാൽ പ്രിയരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ കഷ്ടത ഉള്ളതാണ്. And we can tell you, according to the word of God, the children of God will be always having trouble. വചനത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ. And it's saying the Lord Jesus said that in this world you will have trouble, but don't worry, I am with you. നോക്കിക്കേ, അപ്പോസ്തലനായ പൗലോസിന് അസാധാരണമായ കഷ്ടത നേരിട്ടു. And here is a very extraordinary trouble being faced by Paul. എൻ്റെ വചനത്തിന്റെ പ്രാരംഭമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയരെ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിൽ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രോബ്ലത്തിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. And we can see behind the trouble that we face, there is a plan of God. ഹല്ലേലൂയ. എല്ലാ പ്രശ്നത്തിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. And for every problem there is a purpose of God behind it. ഈ ഒരു ബോധ്യത്തോടെ വേണം ഇന്ന് പകലിൽ നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ. With respect to this thinking, you should be sitting here. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിലാണ് ദൈവം ആരാണെന്നുള്ള ബോധ്യം പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. The knowledge of God is happening. Most of the time happens during the time of trouble. പലപ്പോഴും ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ
പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കഷ്ടതയുടെ സമയത്താണ്. Mystery or the revelation of God happens most of the time during the time of trouble. നമ്മൾ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ When we read about the Paul, പൗലോസിന് ദൈവത്തെക്കുറിച്ച് ഒത്തിരി വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട്. and there are so many revelations that he got about Jesus, for Paul. ദൈവം രക്ഷകനാണെന്ന് പൗലോസിന് അറിയാം. And we know that Paul knows that our Lord is Savior. ദൈവം പാപമോചകനാണെന്ന് പൗലോസിന് അറിയാം. And Paul knows that he is the one who can redeem from your sin. ദൈവം സഭയുടെ തലയാണെന്ന വെളിപ്പാട് പൗലോസിനുണ്ട്. And he has got a revelation that Christ is the head of the church. ദൈവമാണ് നമ്മുടെ രക്ഷാദായകൻ എന്നുള്ള വെളിപ്പാട് പൗലോസിനുണ്ട്. And Paul has the revelation that our God is the leader of salvation. ഇവിടെ പൗലോസ് ഒരു കഷ്ടതയിലൂടെ പോകുമ്പോൾ അടുത്തൊരു വെളിപ്പാട് പൗലോസിന് ലഭിക്കുകയാണ്. Here is a revelation Paul gets when he is going through the trouble. എന്താണ് ആ വെളിപ്പാട്? ദൈവം സർവ്വ ആശ്വാസങ്ങളുടെ ദൈവമാണ്. And we can see that he is a God who is having who gives comfort in the trouble. ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? Let's all praise God for it. നമ്മുടെ ദൈവം സർവ്വ ആശ്വാസങ്ങളുടെ ദൈവമാണ്. And our God is a God of comfort. ഈ കംഫർട്ടിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് പാരാക്ലീസിസ് എന്ന പദമാണ്. And the Greek word for the comfort is paraklesis. നമുക്കറിയാം നമ്മുടെ വിശുദ്ധ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. And you all know that our New Testament is written in Greek. അപ്പം ഈ കംഫർട്ട് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഗ്രീക്ക് വാക്ക് പാരാക്ലീസിസ്. And the Greek word for this particular comfort is called paraklesis. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് something that is strengthening us, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന എന്തോ. And the meaning of that is that something strengthens us. നമ്മളെ ബലപ്പെടുത്തുന്നത്, The one who strengthens us. നമ്മളെ സഹായിക്കുന്നത്, The one who helps us. അപ്പം the God of all comfort എന്ന് പറയുമ്പോൾ When we say God of all comfort, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, a God who strengthens us, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം, a God that helps us, നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു ദൈവം, a God that interferes in the time ഇന്ന് of പകലിൽ trouble. ആ ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. Blessed are those who came today to worship this Lord. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ, നമ്മുടെ ദൈവം അപ്പോൾ ആശ്വാസത്തിന്റെ ദൈവമാണ്. Our God is a God of comfort. ഈ പഴയ നിയമ ഭക്തന്മാരെ നമ്മൾ പഠിക്കുമ്പോൾ When we'll read about the God's servant of അവരുടെ the Old Testament, അവരുടെ എല്ലാ കഷ്ടതയുടെ സമയത്താണ് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് and കിട്ടിയത്. they got the revelation of God during the time of trouble. അബ്രഹാമിനെ നമുക്ക് നോക്കാം. Let us look into the Samuel. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ സമയത്താണ് ദൈവം ആരെന്നുള്ള ബോധ്യം അബ്രഹാമിനുണ്ടാകുന്നത്. And we can see to the Abraham's life, when he went through the trouble, he came to know about God clearly. ഒന്നാമത്തെ വെളിപ്പാട് അബ്രഹാമിന് ഉണ്ടായത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. And we can see the first revelation about God that happened to Abraham was in the in Genesis. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. Genesis chapter 17 verses 1. അവിടെ അബ്രഹാമിന് ഒരു വെളിപ്പാടുണ്ടാകുകയാണ്. Here is a revelation about God. അബ്രഹാമിനോട് ദൈവം വന്ന് പറയുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. And here is God coming and telling to Abraham, oh Abraham, I am an almighty God. ദൈവം ഇത് പറയുന്നതിന് മുൻപ് ദൈവം ആരാണെന്ന് അബ്രഹാമിന് അറിയില്ല. And before telling this one, Abraham doesn't know who God is. ദൈവത്തെക്കുറിച്ചുള്ള ആദ്യ വെളിപ്പാട് അബ്രഹാമിന് ലഭിക്കുന്നു, ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. The first thing that our revelation that Abraham sees that he is an almighty God. പ്രിയരെ, എപ്പോഴാണ് അബ്രഹാമിന് ഈ വെളിപ്പാട് ലഭിക്കുന്നത്? Do you know when did Abraham got this revelation? എപ്പോഴാണ് ലഭിക്കുന്നത്? When does he get it? ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. When we read those portions, we will know. താൻ അബലനാണ്, അല്ലെങ്കിൽ തനിക്ക് ഒരു ബലവും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അബ്രഹാമിന് വെളിപ്പാട് ലഭിക്കുന്നത്. We can see that he came to know about this revelation when he came to know that he was not even having any strength. താൻ ബലഹീനനാണെന്ന ബോധ്യം അബ്രഹാമിനെ ഭരിച്ചപ്പോഴാണ് ആദ്യത്തെ വെളിപ്പാട് അബ്രഹാമിന് ലഭിക്കുന്നത്. When Abraham came to know that he was weak enough, that's the time he got the revelation of God. ദൈവം പറഞ്ഞ വാഗ്ദത്തം തന്നിൽ വെളിപ്പെടാൻ തന്നിൽ ശക്തിയില്ലെന്ന ബോധ്യം അബ്രഹാമിനെ ഭരിച്ചപ്പോഴാണ് അബ്രഹാമിന് ഈ വെളിപ്പാട് When ലഭിക്കുന്നത്. Abraham came to the knowledge that he was weak enough to accept
accept the promises of God, that's where God came to him. എന്താണ് ദൈവത്തിന് അബ്രഹാമിനോടുള്ള വാഗ്ദത്തം? What was the promise that was given to Abraham? അബ്രഹാമേ, ഞാൻ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കും. Oh Abraham, I will make you the fathers of the nations. ഒരു വലിയ വാഗ്ദത്തം തലയ്ക്ക് മുകളിൽ കിടക്കുകയാണ്. There was a big promise that was there on the top of his എന്നാൽ head. അവന്റെ ശരീരത്തിലേക്ക് അവൻ നോക്കിയപ്പോൾ But when he looked into his own body, അവന് മനസ്സിലായി തന്റെ ശക്തി അബലമാണ്. and he says that I was weaker enough. ദൈവം പറഞ്ഞ വാഗ്ദത്തം തന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഒരു സാധ്യതയുമില്ല. And there is no way that the promises that God has given will happen in his life. അങ്ങനെ ഇരിക്കുമ്പോൾ When he was happening that, അസാധാരണമായ ദൈവശബ്ദം അവൻ he കേൾക്കുകയാണ്. heard an extraordinary voice from the God. എന്താണ് കേൾക്കുന്നത്? What did he hear? അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള Oh ദൈവമാകുന്നു. Abraham, I am the Almighty God. ഇന്ന് പകലിലും ഇതിൽ നിന്ന് എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. Today I would like to stand here and tell you, നിങ്ങളുടെ ശക്തി എവിടെ അബലമാകുന്നു? where is your strength? നിങ്ങളുടെ ശക്തി എവിടെ ബലഹീനമാകുന്നു? When your strength becomes weaker, നിന്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പര്യാപ്തമല്ലെന്ന് നിനക്ക് എപ്പോൾ തോന്നുന്നു? whenever you have the knowledge that the promise of God is to be weaker in your body. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട ഒരു ദൈവശബ്ദം ഇന്നും നിന്നോട് പറയുന്നു, നീ ആരാധിക്കുന്ന ദൈവം അവൻ സർവശക്തിയുള്ള ദൈവമാണ്. നീ ആരാധിക്കുന്ന ദൈവം അവൻ സർവശക്തിയുള്ള ദൈവമാണ്. Even if the promise was told ages ago, let me tell you that we serve a God that is an almighty God who is ready to faithful എന്റെ the പ്രിയരെ, നിന്റെ promises. ബലഹീനതയുടെ മുൻപിൽ അതിന്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയെ ഇന്ന് പകലിൽ നിങ്ങൾ തിരിച്ചറിയണം. You have to understand the power of God in the times of your weakness. ഹല്ലേലൂയ. Hallelujah. ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം Let's ചെയ്യാം. all praise God. ഹല്ലേലൂയ. Amen. നോക്കിക്കേ, ഇവിടെ അബ്രഹാമിന് പറ്റിയൊരു വിഷയം. Here is something that mattered Abraham. തന്റെ ബലഹീനത അബ്രഹാമിന് ബോധ്യമായി. And Abraham came in full knowledge about his weakness. അങ്ങനെ ഒരു അസാധാരണമായ കൺഫ്യൂഷനിൽ അബ്രഹാം ഇരിക്കുക. And here is Abraham in full confusion. ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു മകനെ തരും. I will give you a son. That's the promise. എന്നാൽ അവന്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു സാധ്യതയും When he കാണുന്നില്ല. looked into his own body, that was no possibility. ദൈവം അവനോട് ഈ വാഗ്ദത്തം ചെയ്തപ്പോൾ ദൈവം ആരാണെന്നോ ദൈവത്തിന്റെ വലിപ്പം എന്താണെന്നോ അബ്രഹാമിന് അറിയില്ല. And Abraham, when it was told, he never knew how great our God was. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന അബ്രഹാമിന്റെ മേൽ And on top of the Abraham who was confused, ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് അവനോട് പറയുന്നു, here is God coming directly and coming and telling him, അബ്രഹാമേ, നീ അബലനാണെന്ന് എനിക്കറിയാം. oh Abraham, I know that you seek for, നിന്റെ ശരീരം ബലഹീനമാണെന്ന് അറിയാം. and I know that your body is weak. എന്നാൽ ഇന്ന് പകൽ എന്നെ കുറിച്ച് ഒരു വെളിപ്പാട് ഇന്ന് പകൽ നിന്റെ ഉള്ളിൽ കയറണം. Today you should have a revelation about God and me in your heart. എന്താണ്? ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. I am a God Almighty. ഇന്ന് പകലിലും ഈ വെളിപ്പാട് ദൈവമക്കളുടെ ഉള്ളിൽ കയറട്ടെ. And let this type of revelation and the mystery get into the people of God. നിന്റെ ബലഹീന മേഖലകളിൽ ഈ വെളിപ്പാട് നിന്റെ ഉള്ളിൽ കയറട്ടെ. In the weaknesses of your life, let this revelation come into you. വായ തുറന്ന് വിളിച്ചു പറ, എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. Open your mouth and say that my God is an almighty God. Come on, ശബ്ദമുയർത്തി പറ, എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. Come on, tell and say that my God is an almighty ഇന്ന് God. പകലിൽ നിന്റെ സാഹചര്യം വിപരീതമാകാം. Maybe your circumstances are negative. നിനക്കുള്ള സാഹചര്യങ്ങൾ നിനക്കെതിരാകാം. All your circumstances are against you. എന്നാൽ ഇന്ന് പകലിൽ നിന്നോട് പറഞ്ഞ ദൈവം സർവശക്തനാണ് കേട്ടോ. The God who promised you is an almighty വാഗ്ദത്തം God. ചെയ്തവൻ സർവശക്തനാണ് The കേട്ടോ. one who has promised you is an almighty ഇന്ന് God. പകലിൽ അവന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ. Hold hold on the promises of what he has said. അവൻ നിന്നെ പരാജയപ്പെടുത്തത്തില്ല. He will never make you fail. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. This is what happened to the Abraham's life. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കയറി മുറുകെ പിടിച്ചു. He got hold to the promise who has said our God. അവന്റെ അറ്റ്മോസ്ഫിയർ അവനെതിരായിരുന്നു. It was the atmosphere was against him. അവന്റെ ശരീരസ്ഥിതി അതിനെതിരായിരുന്നു. And the weaker was his body. അവന്റെ ഫിസിക്കൽ സിറ്റുവേഷൻ എതിരായിരുന്നു. His physical situation was against him. അവന്റെ എല്ലാ ഘടനയും എതിരായിരുന്നു. And everything was against him. എന്നാൽ ദൈവം അനുകൂലമായിരുന്നു. But God was for him. ദൈവം അനുകൂലമായിരുന്നു. God was for him. ഇന്ന് പകലിൽ കുഞ്ഞെ സകലതും എതിരായിക്കൊള്ളട്ടെ. Oh my beloved, let everything be against you. സകലരും എതിരായിക്കൊള്ളട്ടെ. Let everyone be against ഇന്ന് you. പകലിൽ ദൈവം നിനക്ക്
അനുകൂലമെങ്കിൽ, if God is for you, ഓ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ, if God is for you, പ്രതികൂലമാര്, who will stand against you? പ്രതികൂലമാര് Who will stand ഇന്ന് against പകലിൽ you? യേശുവിന്റെ In നാമത്തിൽ the name of Jesus, ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. I am prophesying by looking at സിറ്റുവേഷൻ somebody. എതിരാകട്ടെ, Let anything be against നിന്റെ you. ശരീരസ്ഥിതി എതിരാകട്ടെ, Let your body be weakened up. നിന്നോട് പറഞ്ഞ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവമുണ്ടെങ്കിൽ, If a God is there who has promised അവൻ you, സർവശക്തനാകയാ. He is the Almighty ഇന്ന് God. പകലിൽ ആ ദൈവത്തെ മുറുകെ പിടിച്ചോ, Get hold of the ആ God. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ. Get hold of the promise. ഇന്ന് പകലിൽ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ സർവശക്തനാ. He's a God who will fulfill your promise. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരു കരമടിച്ച് ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. Let us all praise God who believes those. ഇന്ന് പകലിൽ ഈ Hallelujah. വെളിപ്പാട് ചില ശരീരത്തിന് മേൽ ഇറങ്ങുകയാണ്. Oh, this revelation is coming down to somebody's body. ചില ശരീരങ്ങളുടെ മേൽ ഈ വെളിപ്പാട് This ഇറങ്ങുകയാണ്. revelation is coming into somebody's body. ഇന്ന് പകലിൽ ചില അസാധ്യതകളെ ദൈവം തകർത്തു മാറ്റുകയാണ്. And we can say there's impossibilities been taken off. ഇന്ന് പകലിൽ ചിലത് ഉരുവായി വരികയാണ്. And it is coming to completion. യേശുവിന്റെ നാമത്തിൽ ചിലത് ഉരുവായി വരികയാണ്. And we can say new ways are coming in the name of Jesus. ഓ ജീസസ്, Oh, hallelujah. ആത്മാവിൽ ഈ ദൂത് സ്വീകരിക്കണേ. Oh, you have to take ആത്മാവിൽ ഈ hold. ദൂത് സ്വീകരിക്കണേ. In spirit you take hold. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അസാധ്യതകളെ സാധ്യമാക്കാൻ Impossibilities, He will make it possible. കഴിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who will make it sure. ഹല്ലേലൂയ. Hallelujah. റോമാലേഖനം 4-ാം അധ്യായത്തിൽ Romans chapter 4, അപ്പോസ്തലനായ പൗലോസ് Apostle Paul says, അബ്രഹാമിനെ കുറിച്ച് സാറയെ കുറിച്ചുള്ള ഈ അവരുടെ ശാരീരിക സ്ഥിതിയെ കുറിച്ച് പറയുന്നു. and here is he's been telling about their own body. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. This is what we read. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ The God's promises, പ്രാപിക്കാൻ ഒരു കാരണവശാലും അവരുടെ ശരീരം അനുവദിക്കില്ല. their body was not ready for taking those promises. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിന്ന് പറഞ്ഞാൽ, If I stand in this age and tell, എന്റെ പ്രിയരെ, MRI സ്കാൻ എടുത്തപ്പോൾ 100% നെഗറ്റീവാണ്. and when the MRI scan was taken it was 100% negative, ഒരു രീതിയിലും സാധിക്കില്ല. there is no way it can happen. എന്നാൽ അവിടെ കേട്ട ഒരു ദൈവശബ്ദം, But there is a voice that was heard. ആ ദൈവശബ്ദമാണ് അബ്രഹാമിനെ മുന്നോട്ട് നയിച്ചത്. That's the voice that led him forth. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. I am a God Almighty. 99-ാമത്തെ വയസ്സിൽ അവൻ കേൾക്കുകയാണ്, When in the 99 years he is hearing, അബ്രഹാമേ നീ പര്യാപ്തനല്ലെന്ന് എനിക്കറിയാം. oh Abraham, I know that you cannot. നിന്റെ ശരീരം പര്യാപ്തമല്ലെന്ന് I എനിക്കറിയാം. know your body is weak enough. എന്തൊക്കെയായാലും Whatever may be, ഇന്ന് പകലിൽ നീ ഒരു കാര്യം വിശ്വസിച്ചോ, one thing you should believe. I am a God. ഇന്ന് പകലിൽ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. I am a God Almighty. ഹൂഡബന ശന്തന റൽഖാനിയതന. Oh Jesus. ഒന്നാമത്തെ വെളിപ്പാട് അബ്രഹാമിന് കിട്ടിയത്, Number one revelation, what God got, what Abraham got. സർവശക്തനായ ദൈവം. I'm a God Almighty. പ്രിയരെ, ചില പ്രതിസന്ധിയുടെ നടുവിൽ And in the times of trouble, നമുക്ക് ലഭിക്കുന്ന ചില വെളിപ്പാടുകളാണ് some of the revelations we get, പലതും നമ്മളിൽ നിന്ന് ഉരുവാകാൻ ഇടയായി തീരുന്നത്. and those are the revelations that come forth from our life. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ In the time of നീ tribulations, കേൾക്കുന്ന ചില ദൈവശബ്ദമാണ് and these type of voices are the ones, അതിന്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തുന്നത്. they make you stand forth in the troubles. ഹല്ലേലൂയ. Hallelujah. പലപ്പോഴും എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. I will tell you my experience. ചില പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഞാൻ പ്രസംഗം തയ്യാറാക്കുമ്പോൾ, Whenever I make preaching or sermon during the times of trouble, ഞാൻ അതുവരെ കേൾക്കാത്ത ദൈവശബ്ദം ഞാൻ കേൾക്കും. and I used to hear God's voice that I've never heard. അതുവരെ പ്രസംഗിക്കാത്ത ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു And തരും. God will reveal me the mystery even that was never had told to me ഇന്ന് before. പകലിൽ കഷ്ടതയോർത്ത് സ്തോത്രം ചെയ്തു. Oh, you have to start praising God for the problems and trouble. ആ സമയത്താണ് ദൈവം നിന്നോട് സംസാരിക്കുന്നത്. That's the time God will talk to you. ഒന്നാമത്തെ വെളിപ്പാട് ലഭിക്കുന്നത്, First revelation that you get, ഞാൻ സർവശക്തനായ I am ദൈവം. a God Almighty. രണ്ടാമത്തെ വെളിപ്പാട് Second revelation, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം. Genesis chapter 22 verses 8. അവിടെയാണ് അബ്രഹാമിന് ലഭിക്കുന്ന രണ്ടാമത്തെ വെളിപ്പാട്. And this is the second revelation that Abraham got. എന്താണ് അവിടെ വായിക്കുന്നത്? And here is what we read. അബ്രഹാമും തന്റെ മകനും കൂടെ യാഗത്തിനായി കടന്നു പോകുകയാണ്. Here is Abraham and the son going for sacrifice. ദൈവം അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ
നിന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കുക. And God said to the Abraham, your begotten son we want to sacrifice. ഒത്തിരി പ്രതീക്ഷിച്ച് കിട്ടിയ ഒരു തലമുറ. And this is the generation that he got with so much of hope. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഉരുവായ തലമുറ. And this is the son that was born in promise. ആ തലമുറയെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് പറയുന്നു. And looking at that generation and the blessing, God is telling, നീ ഈ തലമുറയെ കൊണ്ട് യാഗം കഴിക്കുക. you have to take this generation, this boy to sacrifice. ദൈവത്തിന്റെ വാക്കിന് അവൻ ചുവട് വെച്ചു. And with the voice of God he kept his step. തന്റെ മകനെ കൂട്ടി മോറിയ മലയിലേക്ക് നടന്നു. And he started walking to Moriah. മോറിയ മലയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ When he went to the Mount Moriah, തന്റെ പുത്രൻ അവനോട് വന്ന് അബ്രഹാമിനോട് വന്ന് ചോദിക്കുന്നു. and the son comes and asks him, പിതാവേ, oh God, oh my father, നമുക്ക് തീയുണ്ട്, വിറകുണ്ട്, we have got this fire and the logs. യാഗമൃഗം എവിടെ? Where is the sacrificial lamb? യാഗമൃഗം എവിടെ? Where is the sacrificial lamb? ഒത്തിരി പ്രാവശ്യം ഞാൻ ഇതിൽ നിന്ന് സംസാരിച്ചതാണ്. And I have talked many a times through this. കഴിഞ്ഞ ദിവസം ഇതിൽ നിന്ന് കർത്താവ് എനിക്ക് തന്നൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് I പറയാം. would like to tell you one revelation mystery that God spoke to me through this word. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. And there is one question which is very important. എന്താണ് ചോദ്യം? What is the question? എവിടെയാണ് യാഗമൃഗം? Where is the lamb? അതിന് അബ്രഹാം കൊടുത്ത ഉത്തരം എന്താണ്? And what is Abraham gave? ഉത്തരം എന്താണ്? What is the answer that he gave? യഹോവ ഇരേ, ദൈവം കരുതും. ഹല്ലേലൂയ. And here is God said God will provide. നമ്മുടെ ഉത്തരം പലപ്പോഴും നമുക്കറിയാവുന്ന ഉത്തരം അതാണ്. And this is the known answer everybody. എന്നാൽ അബ്രഹാം പറഞ്ഞ ഉത്തരം നിങ്ങൾ നോക്കിക്കേ. But let us look into what Abraham said. 8ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം ദൈവം കരുതിക്കൊള്ളുമെന്നാണോ പറഞ്ഞത്? ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കും എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടിയോ എൻ്റെ മകന് വേണ്ടിയോ ദൈവം ഒരാട്ടിൻകുട്ടിയെ കരുതുമെന്നല്ല അബ്രഹാം പറയുന്നത്. അബ്രഹാം പറയുന്നത് ഇതാണ്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കും. Here it says it is not for the sacrifice of Abraham, but God says God will provide himself a lamb for a burnt offering. പ്രിയരെ, സ്വന്തം മകനെ ചാരമാക്കാൻ പോകുമ്പോൾ when we see that his own son is being made, ആട്ടിൻകുട്ടി വേണമെന്നുള്ളത് ആരുടെ ആവശ്യം? and when his son is being taken into the ashes, can you tell me whose importance is to have a lamb? ഞാൻ എൻ്റെ മകനുമായി യാഗം കഴിക്കാൻ പോവാം. And when I take my son and walk, അവനെ യാഗമാക്കാൻ ഞാൻ കൊണ്ടുപോകും. and I am taking him to sacrifice. ഒത്തിരി ആത്മീയത ഇല്ലാതെ ഞാൻ പറയാം. And let me tell you too much of theology behind it. ഒരു ആട്ടിൻകുട്ടി ആവശ്യമുള്ളത് എനിക്കാണ്. And for sure the necessity to have a lamb is for me. എന്നാൽ ഇവിടെ അബ്രഹാമിനെ നിങ്ങൾ നോക്കിക്കേ. But here look at the Abraham. ആട്ടിൻകുട്ടി ഉള്ളത് അബ്രഹാമിന്റെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടി വേണ്ടുന്നത് ദൈവത്തിനാണ്. And in that words we can see that the lamb is required by God. മകനെ, നമുക്ക് വേണ്ടി ഒരാടിനെ ദൈവം കരുതുമെന്നല്ല അബ്രഹാം പറയുന്നത്. Here is not God said God will provide for us. ഇംഗ്ലീഷിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, God will provide himself. ദൈവത്തിന് വേണ്ടി ഒരാടിനെ അവൻ കരുതിക്കൊള്ളും. And he says that God will surely provide himself a lamb for the burnt offering. Hallelujah. Hallelujah. പലപ്പോഴും നമുക്ക് പറ്റുന്ന വിഷയം, most of the time things happen like this after life. നമ്മുടെ ജോലി, നമ്മുടെ വീസ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുടുംബം എല്ലാം നമ്മുടേതാണ്. And always we think it is my problem, my visa, my children. എന്നാൽ ഇന്ന് പകലിൽ ആത്മാവ് നിങ്ങളോട് ഒരു ദൂത് കൈമാറും. But today the Holy Spirit is speaking to you and passing a message. ആ കോൺസെപ്റ്റിൽ നിന്ന് മാറി You have to come out of that എൻ്റെ concept. ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ കയറി. Let us all come into the concept that it all belongs to God. ഇതാണ് അബ്രഹാമിന് ലഭിച്ച കോൺസെപ്റ്റ്. This is the concept that Abraham got. ഇതായിരുന്നു അവന്റെ കാഴ്ചപ്പാട്. This is what his vision was. എൻ്റെ ദൈവം കരുതും. My God will himself provide. ദൈവത്തിന് വേണ്ടി അവൻ കരുതും. For God will provide for himself. പ്രിയരെ,
പലപ്പോഴും ദൈവം നമ്മുടെ വിഷയത്തിൽ സൈലന്റ് ആകുന്നത്, Most of the time when God becomes silent, പലപ്പോഴും നമ്മുടെ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നില്ല. it's because that our matters are not being subjugated to God, ഇപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുക. and we just got hold of that. എന്റെ കുഞ്ഞ്, My son, my children, എന്റെ ഭാവി, and my life, my എന്റെ future, കുടുംബം, and my family, എന്റെ വീസ. my visa. ഇന്ന് പകൽ പ്രിയരെ, ദൈവമാണ് നിന്നോട് വാഗ്ദത്തം ചെയ്തെങ്കിൽ If God has given you the promise, അത് നിവർത്തിപ്പാൻ ദൈവത്തിനറിയാം. and He knows how to fulfill that. ഒന്നുകൂടെ ഞാൻ പറയാം, Let me tell you one more time. ദൈവമാണ് വാഗ്ദത്തം ചെയ്തെങ്കിൽ God has told you the അത് promise, നിവർത്തിക്കാൻ ദൈവത്തിനറിയാം. and He knows how to accomplish that. അബ്രഹാമിന് ലഭിച്ച വെളിപ്പാടതാണ്. This is the revelation that Abraham got. ദൈവം പറഞ്ഞു അവൻ ഒരുക്കിക്കൊള്ളും. And God said that He will provide for Himself. ദൈവമാണോ നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്? If is it God that brought you in this land? ഇന്ന് പകലിൽ ദൈവത്തിനറിയാം നിന്നെ ഇവിടെ എങ്ങനെ നിർത്തണമെന്ന്. God knows how to take care of you in this land. ഇന്ന് പകലിൽ ഭാവി അവന്റെ കരത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക. Let give this life and your future to the Lord. നിന്റെ വിഷയം ദൈവത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക. Give your subject matter to the Lord. ഇന്ന് പകലിൽ ദൈവത്തിന് വേണ്ടി കരുതുന്നത് പോലെ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി അവൻ കരുതിയിരിക്കും. For God Himself, how He provides, He will be providing it for you. ഹല്ലേലൂയ. Hallelujah. നോക്കിക്കേ, ഇവിടെ അബ്രഹാമിന്റെ ആവശ്യത്തെക്കാളും More than Abraham's necessity, ഇവിടെ ദൈവത്തിന്റെ ആവശ്യമായി തീരുകയാണ്. here is God's necessity. ഒന്നുകൂടെ ഞാൻ പറയാം, Let me tell you one more. ഇവിടെ അബ്രഹാമിന്റെ ആവശ്യത്തെക്കാളും Before more than Abraham's necessity, ഇവിടെ ദൈവത്തിന്റെ ആവശ്യമായി it വരികയാണ്. is God's necessity that we find here. അബ്രഹാം പറയുന്നു, Abraham is saying, ദൈവമാ പറഞ്ഞത്, God has told me, ദൈവം ചെയ്തോളൂ. God will provide for Himself. എന്തൊരു മനുഷ്യനാണ്! How much big greater man he is. ഇതാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി This is the തീർന്നത്. reason he became father of faith. ഇതാണ് മകനെ യാഗമാക്കാൻ പോയപ്പോൾ അബ്രഹാം പതറാതെ നിന്നത്. That's the reason why he stood firm when he took his son for the land കാരണം sacrifice. പറഞ്ഞതാരാണെന്ന് അവൻ അറിയാം. Because he knows who told the promise. പറഞ്ഞതാരാണെന്ന് അറിയാം. Because he knows who told the promise. കരുതാൻ അവൻ ശക്തനാണെന്ന് അവൻ അറിയാം. He knows that he is strength, he is full of power to make care of it. എന്റെ പ്രിയ ദൈവ പൈതലേ, ദൈവമകനെ, Oh dear beloved, പറഞ്ഞത് ദൈവമാണെങ്കിൽ, if God has told you, പറഞ്ഞത് ദൈവമാണെങ്കിൽ, God has told you, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ദൈവം കരുതും ദൈവത്തിനായി. God will provide or will take care of it. അവിടെ രണ്ടാമത്തെ വെളിപ്പാട് കിട്ടുന്നു. Second revelation is what we see. എന്താ കിട്ടുന്ന വെളിപ്പാട്? What we read here. യഹോവ ഇരേ എന്ന വെളിപ്പാട്. And he got Jehovah Jireh as a revelation. ഒന്നാമത്തെ വെളിപ്പാട് അവന് കിട്ടിയത് അവന്റെ ബലഹീന സമയത്ത് കിട്ടിയ വെളിപ്പാട് യഹോവ സർവശക്തൻ എന്ന വെളിപ്പാട്. The first revelation that he got is that he is an almighty God. രണ്ടാമത്തെ വെളിപ്പാട് ഏറ്റവും വലിയ നഷ്ടത്തിന്റെ നടുക്ക് അവൻ നിൽക്കുമ്പോൾ അവന് കിട്ടിയ രണ്ടാമത്തെ വെളിപ്പാട് യഹോവ ഇരേ എന്ന വെളിപ്പാട്. Second revelation that he got at the time everything was going to be lost, he got a revelation God Jehovah Jireh. എന്റെ വചനത്തിന്റെ തലക്കെട്ട് നിങ്ങൾ മറന്നു പോകരുത്. You should never forget the title of the sermon. കഷ്ടതയിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ And all that positiveness that benefits that happens in the time of trouble. അവിടെയാണ് ദൈവം ആരാണെന്ന് നിനക്ക് ബോധ്യമാകുന്നത്. The time of problems is where you know who God is. അബ്രഹാമിന് രണ്ട് വെളിപ്പാട് കിട്ടി. There are two revelations Abraham ഒന്ന് got. യഹോവ സർവശക്തൻ, First is God is almighty, രണ്ട് യഹോവ ഇരേ. and second is Jehovah Jireh. ഒരു വെളിപ്പാടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുവാൻ I would like to tell you one more revelation that he got, മൂന്നാമത്തെ വെളിപ്പാട് കിട്ടിയത് മോശയ്ക്കാണ്. and it has been given to Moses. നോക്കിക്കേ, മോശയ്ക്ക് കിട്ടിയ ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. And here is another revelation, I am a God that healeth thee. ഒന്ന് പറയാമോ, എന്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. Can you all tell that my God is a God who heals? ഒന്ന് പറയാൻ പറ്റുമോ? Amen. എന്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. I am a God that heals. എപ്പോഴാണ് മോശയ്ക്ക് ഈ വെളിപ്പാടുണ്ടാകുന്നത്? When does he got a revelation? നമുക്കറിയാം, ഇസ്രായേൽ ജനവുമായി മോശ കടന്നു വരുന്നു. And here is Moses coming with Israelites. മുന്നിൽ ചെങ്കടൽ,
ചെങ്കടൽ കിടക്കുകയാണ്. And there is a Red Sea before. അവിടെ ചെങ്കൽ പാതയൊരുക്കി ദൈവം അവരെ വഴി നടത്തുന്നു. And God is making a pathway during that time and is making them walk. അങ്ങനെ അവർ മരുഭൂമിയിലേക്ക് കടക്കുകയാണ്. And they all went into the desert. മരുഭൂമിയിൽ നീണ്ട ദൂരം അവർ യാത്ര ചെയ്തു. And in the wilderness they traveled along. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് എല്ലാം തീർന്നു. All the stocks and ordnance were all finished. അവരുടെ കയ്യിലുള്ള വെള്ളം എല്ലാം തീർന്നു. And every water were done. ജനം മുഴുവൻ ദാഹിച്ചു വലിയുകയാണ്. And all the people were really thirsty. പലരും ദാഹിച്ചു തളർന്നു വീഴുന്നു. And they were all fallen down. അവർ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത്, And all of a sudden when they opened their eyes and saw, ഒരിടത്തൊരു വെള്ളം കിടക്കുന്നു. there is a water there. അവർ ജനം ഓടിച്ചെന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങി. And the people went down and started drinking. കുടിക്കുന്നവർ പറയുന്നു, ഇത് ഭയങ്കര കയ്പാണ്. And people who are drinking, they are saying that this is so sour. ഞങ്ങൾക്ക് ഇത് കുടിക്കാൻ കഴിയുന്നില്ല. We cannot drink this. അവർ മോശയുടെ അടുക്കൽ വന്നു. And they came down to the Moses. അവർ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. And they started murmuring. പെട്ടെന്ന് യഹോവയായ ദൈവം മോശയെ ഒരു വൃക്ഷം കാണിക്കുകയാണ്. And here is God showing a tree. എന്നിട്ട് മോശയോട് പറഞ്ഞു, മോശേ, And he said to Moses, hey Moses, നീ ഈ വൃക്ഷത്തെ വെട്ടി and you have to cut down this ആ വെള്ളത്തിന്മേലിടുക. and put it into the water. യഹോവ പറഞ്ഞതുപോലെ മോശെ അനുസരിച്ചു. And Moses just obeyed as he was told by God. ആ വൃക്ഷം വെട്ടി വെള്ളത്തിലിട്ടു. And he cut down the tree and he put it in the അവിടെ water. സംഭവിച്ചത്, What did it happen? കയ്പായിരുന്ന വെള്ളം മധുരമായി തീർന്നു. And we can see the bitter became sweet enough. നോക്കിക്കേ, അവിടെയാണ് ദൈവം മോശയ്ക്ക് അടുത്തൊരു വെളിപ്പാട് കൊടുക്കുന്നത്. And this is the revelation that Moses got. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന I am യഹോവയാണ്. a God that healeth thee. എന്തിനാണ് ദൈവം അവിടെ അങ്ങനെ ഒരു വെളിപ്പാട് മോശയ്ക്ക് കൊടുത്തത്? Why did God give such a revelation? ഞാൻ ആ ഭാഗം പല ബുക്കുകൾ ഞാൻ വായിക്കാൻ തുടങ്ങി. I started reading many books and passages. പല ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ ഞാൻ നോക്കി. I started looking into different people who thought persons. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ പറയാം. Let me tell you what I thought. I came to a ഈ conclusion. ജനം ഓടി വെള്ളം കുടിക്കുക. And they were all going and drinking ഈ water. വെള്ളം കുടിക്കുന്നവർ തളർന്നു വീഴുകയാണ്. And those people who are drinking, they are becoming weak and they are falling down. അവരുടെ ക്ഷീണത്തിന്റെ ആധിക്യത്തിൽ എല്ലാവരും തളർന്നു വീഴുന്നു. And they became weak and they fall ആ down. വെള്ളം അസാധാരണമായ കയ്പാകയാണ്. Because they were bitter, like the water was bitter like anything. പലരും തളർന്നു വീണു. They all many fallen down. അവിടെയാണ് ദൈവം അവനെ ആ വൃക്ഷം കാണിക്കുന്നത്. That's the time God shows that tree. ആ വെള്ളം, മധുരമുള്ള വെള്ളം ഈ ജനത്തിന് കൊടുക്കാൻ തുടങ്ങി. And he started giving this sweetened water. തളർന്നു വീണവരെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. And those people who were weak, they came into the life. എന്നിട്ട് ദൈവം മോശയോട് പറയുന്നു, And then he says to the Moses, മോശയെ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. I am a God that healeth. കഷ്ടതയുടെ സമയത്ത് മോശയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ ഒരു വെളിപ്പാട്. This is the time, this is the revelation that he got for the time of trouble. എന്താണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. Because I am a God that healeth. ഇന്ന് പകലിലും ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. Today I want to tell you one message. ശരീരത്തിൽ ആരെങ്കിലും രോഗിയായി ഇന്ന് പകലിൽ ഭാരപ്പെടുന്നെങ്കിൽ, If there is anybody who is sick in his body, ഇന്ന് പകലിൽ നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത് ഇതാണ്. this is what God wants to tell to you. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുഴങ്ങിക്കേട്ട ഒരു ദൈവശബ്ദം. Many ages ago, this is the voice that God came. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I am a Jehovah that healeth thee. മൂന്ന് വെളിപ്പാടുകൾ. There is 3 revelations. ഒന്ന് യഹോവ റാഫ, First, Jehovah Rapha. രണ്ട് യഹോവ ഈരേ, And second is Jehovah Jireh. മൂന്ന് യഹോവ ഷമ്മ. And third one is Jehovah Shammah. ഇന്നും ഈ വെളിപ്പാടുകൾ അതുപോലെ നിൽക്കുന്നു. And these revelations still stand same. കഷ്ടതയുടെ സമയത്ത് വിളിച്ചു പറയണം, Let us all call up in the time of trouble. എന്റെ ദൈവം യഹോവ ഷമ്മയാണ്. My God is Jehovah Shammah. രോഗിയായിരിക്കുമ്പോൾ വിളിച്ചു പറയണം, When you are sick, you should tell, എന്റെ ദൈവം യഹോവ റഫയാണ്. Oh, my God is Jehovah Rapha. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്തെങ്കിലും ഞെരുക്കത്തോടെ നിങ്ങൾ പോകുന്നെങ്കിൽ, If you are going through troubles and in the very tighten of, അതിന്റെ നടുവിൽ വിളിച്ചു പറയണം, and in the midst of that you should speak, എന്റെ ദൈവം യഹോവ ഈരയാണ്. My God is Jehovah Jireh. എന്റെ ദൈവത്തിനറിയാം എങ്ങനെ കരുതണമെന്നുള്ളത്. My God knows how to provide. അബ്രഹാമിന്റെ മേൽ വെളിപ്പെട്ട അതായിരുന്നു ദൈവത്തിന്റെ വെളിപ്പാട്. And this is the revelation that was upon Abraham. എന്റെ ദൈവം അവനായി കരുതും. Oh, he will provide for himself. ദൈവം ആ വാഗ്ദത്തം ചെയ്തെങ്കിൽ, Oh, if he has told that promise, അവൻ അറിയാം എങ്ങനെ കരുതണം. how he knows how to provide for himself. ഇന്ന് പകലിൽ ദൈവമക്കളെ, ദൈവസഭയെ, Oh, dear beloved and dear church, ഭാരപ്പെടുന്ന
ഭാരപ്പെടരുത്. You should never be saddened. ചഞ്ചലപ്പെടരുത്. You should never be shaken. തകർന്നു പോകരുത്. You should never be broken. ഇന്ന് പകൽ നിന്റെ ദൈവം ആരാണെന്നുള്ള വെളിപ്പാടിലേക്ക് You should know that what your God is and that mystery. ആ കാഴ്ചപ്പാടിലേക്ക് നിങ്ങളൊന്ന് കയറ്. You have to come into that mystery. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. Nobody can and no power can crush you. 1-2 സെക്കൻഡ് ആദരങ്ങളെ തുറന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. Let's all start praising God.